വീണ്ടും അന്യസംസ്ഥാന തൊഴിലാളികൾ ആശങ്ക ഉണ്ടാക്കുകയാണ്. മദ്യപിച്ച് ബഹളം വെച്ചതിന് വീട്ടമ്മ പരാതിപ്പെട്ടതിനെ തുടർന്ന് അമ്പലപ്പുഴയിൽ അയൽവാസികളായ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. അമ്പലപ്പുഴ സ്വദേശി വിശ്വലക്ഷ്മിക്കാണ് തൊഴിലാളികളിൽ നിന്ന് പരിക്കേറ്റത്. വസ്ത്രം വലിച്ചുകീറി അപമാനിക്കാൻ ശ്രമിച്ചതായും വീട്ടമ്മ പരാതിപ്പെട്ടിരിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് 51-കാരിയായ വിശ്വലക്ഷ്മിയുടെ വീടിന് സമീപം താമസിക്കുന്നത്. തൊഴിലാളികൾ മദ്യപിച്ചെത്തി ബഹളം വയ്ക്കുന്നതും വഴക്കിടുന്നതും പതിവായിരുന്നു. ഇത് ഒരു ശല്യമായതോടെ വിശ്വലക്ഷ്മി പഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസിലും പരാതി നൽകി. ഇതിൽ പ്രകോപിതരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു. 5-അംഗ സംഘമാണ് വിശ്വലക്ഷ്മിയെ ആക്രമിച്ചത്. വിശ്വലക്ഷ്മിയുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി ഇവരുടെ കഴുത്തിലും പുറത്തും മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തിയതോടെ പ്രതികൾ ഓടിപ്പോയി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയാണ് ഇവരെ പിടികൂടിയത്. കഴുത്തിന് പരിക്കേറ്റ വിശ്വലക്ഷ്മിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു വീട്ടമ്മയുടെ മരണത്തിന് കാരണക്കാരനായത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ആലുവയിൽ ഒരു പെൺകുഞ്ഞിനെ പിച്ച് ചീന്തിയത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട ആശങ്ക ഉണർത്തുന്ന വാർത്തകൾ കേരളത്തിൽ അടിക്കടി നമ്മൾ കേൾക്കാറുണ്ട്. അതിന് പിറകെ പോലീസുകാർ അന്വേഷണത്തിന് പോകാറുണ്ട്. പക്ഷെ അതിനൊരു ഫൈനൽ സൊല്യൂഷൻ എന്നൊരു ലെവലിലേക്ക് ഒരിക്കലും എത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും കൂടുതലായി പറയുന്നത് ക്രിമിനലുകളായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ഒളിച്ചു താമസിക്കുന്നു. അവരെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകളൊന്നും കേരളത്തിൽ ഇല്ല. എവിടെയും കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇവരെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകളോ കണക്കുകളോ സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കണക്കെടുപ്പിനൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ക്രിമിനലുകളെ കണ്ടെത്തുക എന്നത് പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന കേസുകൾ കുത്തനെ ഉയരുമ്പോഴും അവരെ ഉപയോഗിച്ച് പ്രാദേശികമായ ലഹരി സംഘങ്ങളും വളരുന്നുണ്ട്. സർക്കാർ വകുപ്പുകൾ പരിശോധന നടത്താറുണ്ട്. പക്ഷെ അങ്ങനെ നടത്തുമ്പോൾ പല സ്ഥാപനങ്ങളും തൊഴിലാളികളുടെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെക്കുന്നതും പ്രതിസന്ധിയാണ്. വലിയ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ പശ്ചാത്തലം തൊഴിലുടമയുടെ അഭ്യർത്ഥന പ്രകാരമുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വഴി മനസ്സിലാക്കാം. നിരവധി തൊഴിലാളികളുള്ള സ്ഥലത്ത് വിവരശേഖരണം അതുകൊണ്ട് തന്നെ വെല്ലുവിളിയാണ്. അതിഥി തൊഴിലാളികളുടെ പറദീസ എന്നാണ് കേരളത്തെ പറയാറുള്ളത്. കേരളത്തിൽ തൊഴിൽ തേടിയെത്തുന്ന അന്യസംസ്ഥാനക്കാരുടെ എണ്ണം 5 ലക്ഷം കവിഞ്ഞു എന്നാണ് ലാസ്റ്റിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ വെച്ച രേഖകളിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുള്ളത്. ആവാസ് പദ്ധതി, കേരള കുടിയേറ്റ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി, അതിഥി പോർട്ടൽ എന്നിവയിൽ രജിസ്റ്റർ ചെയ്ത കണക്ക് പ്രകാരം സംസ്ഥാനത്താകെ 5,16,320 അതിഥി തൊഴിലാളികളാണ് തൊഴിലെടുക്കുന്നതിനായി എത്തിയിട്ടുള്ളത്. കേരളത്തിലെത്തിയ അതിഥി തൊഴിലാളികളിൽ 1-ാം സ്ഥാനം പശ്ചിമ ബംഗാളിനാണ്. 2,10,983 അതിഥി തൊഴിലാളികളാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ളത്. അസമിനാണ് അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിൽ 2-ാം സ്ഥാനം. നമുക്കറിയാം, കേരളത്തിൽ മികച്ച സാമൂഹിക അന്തരീക്ഷമാണ്, ഉയർന്ന വേതനമാണ് ലഭിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തയ്യാറാക്കിയ ഇന്ത്യ പേജ് റിപ്പോർട്ട് അനുസരിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്ഥിരമായി ഉയർന്ന വേതനമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കാർഷികേതര തൊഴിലാളികൾക്ക് 690 രൂപയ്ക്ക് മുകളിലാണ് കൂലി. 2001 വരെ കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്നത് പ്രധാനമായും തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു. എന്നാൽ ഇവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരുന്നതായാണ് കണക്ക്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നത് പതിവായ സാഹചര്യത്തിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ എണ്ണവും രജിസ്ട്രേഷനും നടപ്പിലാക്കുന്നത് സംബന്ധിച്ച ആവശ്യം ഉയർന്നു വന്നത്. എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ച വിവരം തൊഴിൽ വകുപ്പിന് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ദൗർഭാഗ്യകരമാണ്. 1979 അന്തർ സംസ്ഥാന കുടിയേറ്റ നിയമപ്രകാരം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസും രജിസ്ട്രേഷനും നിർബന്ധമല്ല എന്നതാണ് കാരണം. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന നിയമം കേരളത്തിൽ കൊണ്ടുവരുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്കേഴ്സ് വെൽഫെയർ രജിസ്ട്രേഷൻ ഓർഡിനൻസ് കൊണ്ടുവരാനായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.